നിയോ ഫാസിസം ഏറ്റവും അധികം ചർച്ചയ്ക്ക് വിധേയമാക്കിയത് CPM പാർട്ടി മായി കാരാട്ടിൻ്റെ തന്നെ ഒരു നോട്ട് വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും മുമ്പിൽ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് നേരെ വലിയ എതിർപ്പ് ഉയരുമ്പോൾ വളരെ സ്വാഭാവികമായി അത് കട്ട് ചെയ്യാൻ പല ഭാഗങ്ങളും കട്ട് ചെയ്യാൻ അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ നിർബന്ധിതരാകുന്നു. അപ്പോൾ നിയോ ഫാസിസത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലത്ത് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് എങ്ങനെയാണ് ഇത് കടന്നു വരുന്നത് എന്നതിൻ്റെ ഒരു അനുഭവം മലയാളിക്ക് ഇന്ന് കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച അല്ലെങ്കിൽ CPM മുന്നോട്ട് വെക്കുന്ന ചർച്ച വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാലികമായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അല്ല, ഫാസിസമായിരുന്നെങ്കിൽ ഈ ചിത്രം തിയേറ്ററിൽ ഉണ്ടാവില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇങ്ങനെ ചിത്രം ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോൾ പുറത്തുണ്ടാകുമായിരുന്നില്ല. നമ്മൾ ഫാസിസത്തിലേക്കുള്ള വഴി അത് പ്രവണതകൾ വല്ലാതെ ശക്തിപ്പെടുന്നു. അത് എത്രമാത്രം ശക്തമാണ് എന്നതാണ് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത്ര ഭാഗം ഒഴിവാക്കാം എന്നുള്ള നിലപാടിലേക്ക് എത്തേണ്ടി വരുന്നതും അതോടൊപ്പം തന്നെ ഇതിനെതിരെ വരുന്ന പ്രതികരണങ്ങൾ. അപ്പോൾ ഫാസിസമായിരുന്നുവെങ്കിൽ ഇപ്പം ഇതൊന്നും ചർച്ചയ്ക്ക് ചിത്രം പുറത്തുണ്ടാവില്ല. ഇനി ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളത് ഇപ്പോൾ പുതിയ കാലത്തിൽ അപ്പോൾ നവഫാസിസം എന്ന് പറയാൻ കാരണം ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് പുതിയ കാലം ടെക്നോളജി മറ്റു രൂപത്തിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ AI ഉണ്ടെങ്കിൽ ആളുകൾക്ക് തോന്നും ഇതെല്ലാം നടക്കുന്നു എന്ന് പ്രതീതിയൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ പുതിയ പ്രവണതകളുണ്ട്. ആ പ്രവണതകളെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്. ഒറ്റ നോട്ടത്തിൽ ജനാധിപത്യം എല്ലാം സുഖകരമാണ്, സുഖപ്രദമാണ്, അല്ലെങ്കിൽ ഒരു പോറലുമില്ലാതെ പോകുന്നു എന്നൊരു പ്രതീതി പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഈ വിധത്തിലേക്ക് ആഴത്തിൽ ഇടപെടാൻ കഴിയും. ഉണ്ടെന്നൊരു ബോധം സൃഷ്ടിച്ച് തന്നെ മാറ്റാൻ കഴിയുന്നത് അതാണ് നവഫാസിസത്തിന്റെ ചില പ്രവണതകൾ. നമ്മൾ പറയുന്നത് എന്താ, ഇത് ഫാസിസം ആയി കഴിഞ്ഞിട്ടില്ല, പക്ഷെ നവഫാസിസത്തിലേക്കുള്ള പ്രവണത വല്ലാതെ ശക്തിപ്പെടുന്നു. ഇതിനിപ്പോൾ തടയാൻ കഴിഞ്ഞില്ലെങ്കിലോ ഫാസിസത്തിലേക്ക് പോകും. അപ്പോൾ ഈ വസ്തുത മനസ്സിലാക്കി അതിന് നമ്മൾ നേരത്തെ പാർട്ടി കോൺഗ്രസുകളുടെ രേഖകളൊന്നും വായിക്കാതെ ഏതെങ്കിലും പത്രക്കുറിപ്പ് കണ്ട ഉടൻ തന്നെ പ്രതികരിക്കുന്ന ആളുകളാണ്. അത് വെച്ചിട്ടാണ് കേരളത്തിൽ CPM BJPയുമായി മൃദു സമീപനത്തിലാണെന്നൊരു ഒറ്റ വായനയിലേക്ക് കോൺഗ്രസ് പോയത്. ഇപ്പം യഥാർത്ഥത്തിൽ എമ്പൂരാൻ ഒരു ഭാഗം എന്താ, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലതരത്തിൽ ആളുകൾക്ക് അഭിപ്രായം ഒരു മുന്നണിയുടെ മുഖ്യമന്ത്രിയെ നേരെ BJPയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയും ചിന്തിക്കാൻ ആയിരിക്കുന്ന ഒരാളെ BJP ആക്കി മാറ്റാൻ കഴിയും. കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാളും BJP പ്രസിഡന്റ് ഒന്നിച്ചാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ട്രാൻസ്ഫോർമേഷൻ. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഭാഗം ചർച്ച ചെയ്യുന്നില്ല. സാഹചര്യം കൂടി ഉണ്ട്. പണ്ടാണെങ്കിൽ മിനിസ്റ്റർ ഒരു ഫിക്ഷൻ റൈറ്റർക്ക്, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അങ്ങനെ എഴുതാൻ ആശങ്കയുണ്ട്. കാരണം ഇത് ഒട്ടും സംഭവിക്കാത്ത കാര്യമാണ് എന്നൊരു. പക്ഷേ ഇന്നത്തെ ശീലത്തിൽ അല്ല ഞാൻ പറഞ്ഞതല്ല, ഇത് കേരളത്തിൽ ഇപ്പോൾ BJP കോൺഗ്രസ് എന്നുള്ളത് അവരുടെ ബന്ധങ്ങൾ ഇത് ഈ സിനിമയിൽ വളരെ ശക്തമായി തന്നെ കാണിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ആ ശീലം വന്നതുകൊണ്ട് അങ്ങനെ ഇത് നടക്കുമോ എന്നൊരു തോന്നൽ പോലും ആശങ്ക പോലും ഇല്ലാതെ ഒരു റൈറ്റർ എഴുതാൻ കേരളത്തിൽ കഴിയുന്നു. അതെ 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 അത് അത്തരം ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെ വേണമെങ്കിൽ BJP ആയിട്ട് മാറാം എന്നുള്ളതാണ്. നേരെ കേന്ദ്രത്തിലേക്ക് പോകുക അതിനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ അതിനകത്ത് പ്രതിരോധങ്ങൾ വരാനിടയുള്ള അതാണ് അത്തരം ആ പാർട്ടിയിൽ നിന്നും വരാം. ഇപ്പോൾ അവർ തന്നെ BJPയിലേക്ക് പോകും. അതാണ് ഞങ്ങൾ പറയുന്നത്, കോൺഗ്രസിനകത്ത് തന്നെ BJPക്കൊപ്പം നിൽക്കണം എന്ന മൃദു ഹിന്ദുത്വ ചിന്താഗതിക്ക് ശക്തമാണ്. അത് ഇഷ്ടിക കൊടുത്തത് മുതൽ പുഷ്പാർച്ചന അർപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടുണ്ടാവും. അതെല്ലാം സിനിമ അതിൻ്റെ ഭാവന കൂടി വെച്ച് കാണുന്നുണ്ട്. ഏതായാലും ഒരു വാൽകഷ്ണം എന്ന് പറയുന്ന പോലെ ഈ ഗുജറാത്ത് വംശഹത്യ വലിയ തോതിൽ അതിൻ്റെ ശക്തമായൊരു ആ കാലത്തെക്കുറിച്ച് ആ സിനിമ ചർച്ച ചെയ്യുന്നതിന് ഇടവരുത്തിയതോടുകൂടി ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ ചർച്ചയാകാതിരിക്കുന്നതിൽ രക്ഷപ്പെട്ടത് കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു കേരളത്തിൽ. അങ്ങനെ പറയേണ്ടതില്ല, മറ്റു ഭാഗം ഗൗരവം തന്നെ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ആ സിനിമ കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിലെ യാഥാർത്ഥ്യങ്ങളൊന്ന് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കൗതുകകരമാണെന്ന് മാത്രമേ. ഏതായാലും അത് നിയോ ഫാസിസം എന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന ഒരു കാലത്ത് മലയാളിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു സാഹചര്യം അതിൽ വന്നു ചേർന്നു. കറക്റ്റാണത്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണല്ലേ ഇതിൻ്റെ ഒരു വരവ് ഇങ്ങനെയാണ്, ഈ രൂപത്തിലേക്ക് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ വില കീഴ്പ്പെടാനുള്ള ശ്രമം ഉണ്ടാവും. ഇപ്പോൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ സമീപകാല ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടല്ലോ. എന്നാൽ ചില കേസുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഭരണകൂട ഉപകരണങ്ങളിലേക്ക് ഇത് പതുക്കെ എങ്കിലും അതിനകത്ത് ഇങ്ങനെ ഫാസിസമായിരുന്നെങ്കിൽ അത്തരം പ്രതികരണങ്ങൾ കോടതി സംവിധാനങ്ങൾ തന്നെ ഇങ്ങനെ നിലനിൽക്കണമെന്നില്ല. പിന്നെ ക്ലാസിക്കൽ അടിയന്തരാവസ്ഥ കാലത്ത് കണ്ടത് അതെ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഇത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ ജയിൽ പോലെ ആക്കി തീർക്കാമെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ മൊത്തം രാജ്യത്ത്. അത്തരം പ്രവണതകളെ കൂടി നമ്മൾ സൂക്ഷ്മമായും നോക്കേണ്ടതുണ്ട്.